CPIയുടെ ശക്തമായ എതിർപ്പിനെ പരിഗണിക്കാതെ രണ്ടും കൽപ്പിച്ച് PM ശ്രീ പദ്ധതിയിൽ ചേരാനുള്ള ധാരണാപത്രത്തിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചു. PM ശ്രീയെ ചൊല്ലി വലിയ തർക്കമാണ് ഇപ്പോൾ LDFിൽ ഉണ്ടായിരിക്കുന്നത്. വിരുദ്ധ അഭിപ്രായവുമായി CPIയും നേതാക്കൾ പരസ്യമായി രംഗത്ത് വരികയാണ്. പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. എന്താണ് PM ശ്രീയിൽ സംഭവിച്ചത്? PM ശ്രീയിൽ ചേരാനുള്ള നീക്കം നയപരമായ മാറ്റത്തിലേക്ക് കേരള സർക്കാരും CPIയും നീങ്ങുന്നു എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു. ശക്തമായ എതിർപ്പുമായി CPI രംഗത്തെത്തുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ ഫണ്ട് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. കേന്ദ്രത്തിൽ നിന്ന് 1466 കോടി രൂപ ലഭിക്കാനുണ്ട്. ആ പണം എന്തിനാണ് കളയുന്നത് എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ വിഷയത്തിലെ ആദ്യ പ്രതികരണം. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണെങ്കിലും അത് രാജ്യത്തെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് ഫണ്ട് എങ്ങനെ വെട്ടിക്കുറയ്ക്കാമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അപകടത്തിൽ ചെന്നപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ RSS പരിപാടി കേരളത്തിൽ നടപ്പിലാക്കേണ്ട സാഹചര്യമില്ലെന്നും വിഷയം LDF ചർച്ച ചെയ്യുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. ആശയപരമായും രാഷ്ട്രീയമായും എതിർക്കുന്ന ഇന്ത്യയിലെ ലെഫ്റ്റിന്റെ മുമ്പിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് CPM. CPI പോലെ തന്നെ. അതുകൊണ്ട് CPM ഒരു RSS പരിപാടിയെ പിന്തുണയ്ക്കാൻ പോകുന്നില്ല. CPIയുടെ വിമർശനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് എന്ത് CPI എന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. MV ഗോവിന്ദന്റേത് അരാഷ്ട്രീയ ചോദ്യമെന്ന് ബിനോയ് വിശ്വത്തിന്റെ മറുപടി. അത് പൂർണ്ണമായും ഒരു അരാഷ്ട്രീയ ചോദ്യമാണ്. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ മുന്നണി മര്യാദ ലംഘിക്കപ്പെട്ടുവെന്ന് ബിനോയ് വിശ്വം. CPIക്ക് പ്രതികരിക്കാൻ ഭയമില്ലെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങൾ ഞങ്ങൾ പറയും. രാഷ്ട്രീയ നയപ്രശ്നം ആയതുകൊണ്ടാണ് ഇതിൽ പ്രതികരിക്കാൻ CPIക്ക് പേടിയോ വിഷമങ്ങളൊന്നുമില്ല. ഇന്ന് ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു പരിഗണനയും ലഭിക്കാത്ത സാഹചര്യത്തിൽ എന്താകും CPIയുടെ അടുത്ത നീക്കം എന്നാണ് കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.